യോഹന്നാൻ 4:14 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവായിത്തീരും എന്നുത്തരം പറഞ്ഞു. ദാഹിച്ചു വലഞ്ഞിട്ടുള്ളവർക്കേ വെള്ളത്തിൻ്റെ മൂല്യം അറിയാനാകൂ. അനേക മൈലുകൾ തലയിൽ വെള്ളം ചുമന്ന് വീടുകളിലെത്തിച്ച് ദാഹം തീർക്കുന്ന ജനങ്ങൾ ഇന്നും ലോകത്തിൻ്റെ നൊമ്പര കാഴ്ചകളിലൊന്നാണ്. പണ്ടുകാലത്ത് മനുഷ്യർ കുടിയേറിയതു തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത നോക്കിയാണ്. ചില ഗ്രാമങ്ങളിൽ പൊതുകിണറുകൾ കാണാം. അവയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ലാത്ത വിലക്ക് കൽപ്പിക്കപ്പെട്ടവരുടെ കഥകൾ വിപ്ലവങ്ങൾക്ക് വിത്തുപാകിയിട്ടുള്ളതും ചരിത്രമാണ്. ചില പൊതുസമയങ്ങളിൽ വെള്ളമെടുക്കാൻ അനുവാദമില്ലാതെ ആളൊഴിഞ്ഞ അനന്തരം കിണറരികിൽ വരുന്നവരുമുണ്ട്. ഇവിടെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് യേശുവിനെ കിണറരികിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. എന്നാൽ അവളുടെയും അവൾ താമസിച്ച ഗ്രാമത്തിൻ്റെയും ആത്മീയ ദാഹമകറ്റുന്ന ഒരു ആത്മീയ വിപ്ലവത്തിൻ്റെ അലകടലായി മാറിയ സംഭാഷണം അവിടെ നടന്നു. ലോക സുഖങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന പലർക്കും പിന്നീട് അതിനോട് വിരക്തി തോന്നാറുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് മോശം ജീവിതത്തിലേക്ക് വീണുപോയ പലരും പിന്നീട് അതിൽ നിന്ന് കരകയറാൻ വല്ലാതെ ആഗ്രഹിക്കാറുണ്ട്. അതിനുള്ള മാർഗം കണ്ടെത്താനാകാതെ ജീവിതം തന്നെ നിരാശയിലാണ്ട് പോവുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുന്നവരുമുണ്ട്. യഥാർത്ഥ സുഖവും സംതൃപ്തിയും തരാൻ കഴിയുന്ന യാതൊന്നും ലോകത്തിലെ ഉപഭോഗ വസ്തുക്കളിൽ ഇല്ലെന്ന് തിരിച്ചറിയുക. ആത്മാവിൻ്റെ സൗഖ്യം പോലെ സുഖം നൽകാൻ മറ്റൊന്നിനും കഴിയുകയില്ല. അത് ആത്മീയ ജീവൻ പ്രാപിക്കുന്നതിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ലോക സുഖങ്ങൾക്കായുള്ള ദാഹം ശമിപ്പിക്കാൻ ശ്രമിക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ തന്നിൽ തന്നെ ഒരു നീരുറവ ഉണ്ടായാൽ ആ ദാഹം യഥാർത്ഥമായി ശമിക്കും. യേശുവിന് മാത്രമേ ആ ആത്മജലം നൽകാൻ കഴിയൂ. അത് ജീവനുള്ള വെള്ളമാകിയാൽ ആ വെള്ളം വീണ്ടും വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആത്മീയ നീരുറവ് തന്നിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത് നിത്യജീവനിലേക്ക് ഉയർന്നു വരുന്നതായി മാറും. നിത്യജീവജലമായ യേശുവിനെ പാനം ചെയ്ത് ജീവൻ്റെ ഉറവ ഉള്ളവരാവുക. ദൈവം നിങ്ങളെ